നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആതിരയുടെയും നിന്റെയും കുഞ്ഞുങ്ങൾ ഈ വീട്ടിൽ എല്ലാ സന്തോഷത്തോടും ഒത്തൊരുമയോടും കൂടി ജീവിക്കണം. അതിനുവേണ്ടി അച്ഛനിത് ചെയ്തേ പറ്റൂ. നീ എന്നെ തടയാൻ നോക്കരുത്. അച്ഛാ, ഞാൻ പറയുന്നത് നീ ഇനി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും പറയണ്ട. ഞാൻ ഈ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. അത് മാറ്റാൻ ഞാൻ മരിക്കണം. അച്ഛനെ സ്വാധീനിച്ച് കുഞ്ഞിന്റെ പേരിൽ സ്വത്ത് എഴുതി വാങ്ങിച്ചു എന്നുള്ള പഴി ഞാൻ എന്നും കേൾക്കേണ്ടി വരും. അതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കണ്ട. നിന്നാ പിന്നെ അതിന് മാത്രമേ മോൾക്ക് സമയമുണ്ടാവൂ. മോള് സമാധാനത്തോടെ ചെല്ലേ. നീ ഇങ്ങനെ കിടന്ന് ഭ്രാന്ത് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും ഈ സ്വത്ത് കൈമാറ്റം തടയണം. ഇനി അതിനെന്താ വേണ്ടെന്ന് ആലോചിക്ക്. ഈ രാജ്യത്ത് കോടതി നിയമമൊക്കെ ഉണ്ടെന്ന് കുറച്ചുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വേണ്ടി വന്നാ കോടതി പോണം. എന്താ നിനക്കതിനുള്ള ധൈര്യമില്ലേ? എന്റെ ധൈര്യത്തിന് ഒരു കുറവുമില്ല. ഏത് കോടതിയിലും പോവാൻ ഞാൻ തയ്യാറുവാ. പക്ഷെ സ്വത്തുക്കൾ അച്ഛന്റെ പേരിലല്ലേ. നിയമപരമായി അച്ഛനത് കൊടുക്കാൻ തീരുമാനിച്ച എനിക്ക് എങ്ങനെ തടയാൻ പറ്റും? ഒരു നല്ല വക്കീലിനെ കാണണം. അത് തടയാനുള്ള കുറുക്കുവഴിയൊക്കെ വക്കീല് പറഞ്ഞുതരും. കോടതിന്ന് സ്റ്റേയും കിട്ടും. അങ്ങനെ സ്റ്റേ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അതിനൊക്കെ പറ്റിയ ഒരാൾ എന്റെ കയ്യിലുണ്ട്. അഡ്വക്കേറ്റ് വെങ്കടേഷ്. വക്കീല് ആളൊരു പുലിയ. നിയമത്തിന്റെ വളവും തിരിവും കള്ളത്തരവും എല്ലാം എടുത്തിട്ട് അമ്മാനമാടാൻ മിടുമിടുക്കൻ. നമുക്ക് പറ്റിയൊരു കക്ഷിയാ. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറയാം. നീ എന്റെ കൂടെ വരാൻ തയ്യാറാണോ? അർച്ചനടുത്തിടെ തന്ത്രം പൊളിക്കാൻ ഏത് പിശാചിനെ കാണാനും ഞാൻ തയ്യാറാണ്. പിശാചല്ല, അഡ്വക്കേറ്റ് വെങ്കടേഷ്. ഞാനൊന്ന് വിളിക്കട്ടെ. സർ, ഇത് ഞാനാണ്, അവന്തിക. എനിക്ക് സാറിനൊന്ന് നേരിട്ട് കാണണം. ആ, പറ്റിയ ഇന്ന് തന്നെ. ശരി സർ, ഞാൻ വരാം. റെഡി ആയിക്കോ. വക്കീല് കാണാൻ സമ്മതിച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.